സംസ്ഥാനത്തെ മാർക്കറ്റുകളിലെ സാഹചര്യം എന്താണ് എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ നിന്ന് സ്വാന്തന സജുവും, കോഴിക്കോട്ട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നും, ആലപ്പുഴയിൽ നിന്ന് ശരത് എസ് നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. നമുക്ക് ആദ്യം തിരുവനന്തപുരം പാളയം മാർക്കറ്റിലേക്ക് പോകാം. സ്വാന്തന സജു, പാളയം മാർക്കറ്റിൽ മീനൊക്കെ ഇങ്ങനെ വിലപേശി വാങ്ങി ആളുകളൊക്കെ വലിയ തിക്കും തിരക്കുമൊക്കെ ഉണ്ടാക്കുന്ന സമയമാണ്. ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് ഓഫീസ് വിട്ടൊക്കെ വന്ന് അവിടെ മീൻ വാങ്ങി പോകുന്ന ആളുകളുണ്ട്. ഈ കപ്പലെടുത്തത്, കണ്ടെയ്നർ അടുത്തത്, ഇതൊക്കെ ഒരു വലിയ പ്രതിസന്ധിയായി മാർക്കറ്റിലെ വിപണിയെയും ബാധിക്കുന്നുണ്ടോ സ്വാന്തന? സുജ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇഷ്ടംപോലെ മീനുണ്ട് പാളയം മാർക്കറ്റിൽ. പക്ഷേ വാങ്ങാൻ ആള് കുറവാണ് എന്നുള്ളത് തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികളായ ആളുകളൊക്കെ തന്നെയും പറയുന്നത്. വിവിധ തരത്തിലുള്ള മീനുകളാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. പല തരത്തിലുള്ള മീനുകൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കച്ചവടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇവർക്ക് വലിയ ഒരു ആശങ്ക തന്നെയാണ്. നമുക്കത് മത്സ്യത്തൊഴിലാളികളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ചേച്ചി, കച്ചവടം ഉണ്ടോ? കച്ചവടം ഒന്നും ഇല്ല. ഞങ്ങൾ 10 ദിവസം വരെ കടൽ പ്രശ്നമായതുകൊണ്ട് വീട്ടുകളിൽ ഇരുന്നിട്ട് ഇന്നലെ തൊട്ടാണ് ഞങ്ങൾ വന്നു തുടങ്ങിയത്. ഞങ്ങൾ ഈ 10 ദിവസം വീട്ടിൽ ഇരുന്നെങ്കിലും ഞങ്ങൾ മീൻ വാങ്ങി തന്നെയാണ് തിന്നത്. ഞങ്ങൾക്കൊന്നും ഒരു അസുഖമില്ല, ഞങ്ങളുടെ കൊച്ചുമക്കൾക്കൊന്നും ഒരു അസുഖമില്ല, വേറെ ആർക്കും ഒരു പ്രശ്നമേ ഇല്ല. എല്ലാവരും മീൻ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓരോരുത്തരും നിങ്ങൾ ഈ വാർത്തയിലൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ മനുഷ്യർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മൾ മീൻ കഴിക്കുന്നത് കുഴപ്പമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ തിരുത്തണം, നിങ്ങൾ തിരുത്തി പറയണം. വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങൾ സ്വർണ്ണ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന മീനാണ്. ഇത്രയും കടലിലെ ആളുകൾ, ജനങ്ങൾ പോകണം, ചുമ്മാ അവർ തരത്തില്ല. അവർക്ക് അവരുടേതായ കൂലി കൊടുത്തെങ്കിലേ നമുക്ക് മീൻ വാങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ വിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് മീനിൻ്റെ ഇങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞ് അവർ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ചേച്ചി, ഒരു ദിവസം എത്ര രൂപയുടെ കച്ചവടമൊക്കെ നടക്കുമായിരുന്നു? പറഞ്ഞോളൂ, ഇപ്പൊ കച്ചവടം അവിടെ ഭയങ്കര അപ്പുറത്തെ വശത്തിരിക്കുന്നവരോട് ചോദിക്കും. എത്ര ദിവസത്തെ കച്ചവടം? എന്ത് ഒരു കച്ചവടം ഇല്ല മക്കളെ, ഞങ്ങൾ വച്ചണ്ടിതാ നോക്കിയിട്ടിരിക്കുന്നു. ഒരു ദിവസം എത്ര രൂപയുടെ കച്ചവടമൊക്കെ നേരത്തെ? 10,000, 10,000, 5,000 വരെ കച്ചവടങ്ങൾ നടക്കും. എത്ര ഇല്ല, ഒന്നുമില്ല, 1 രൂപയ്ക്ക് വിറ്റില്ല. ഞങ്ങൾ നോക്കിയിട്ടിരിക്കുക. ഇത് തന്നെയാണ് ഇവർക്കൊക്കെ പറയാനുള്ളത്. ആളുകളാണ് സാധാരണ. സുജയ, അതെ അതെ അമ്മ, ഇപ്പൊ മീനിന്റെ വിലയൊക്കെ ഇത് ഈ അമ്മ കാണിക്കുന്നതാണ്. ഈ ഇത്രയും നേരമായിട്ട് മീൻ വിൽക്കാൻ വന്നിട്ട് ആകെ 20 രൂപ മാത്രമാണ് അമ്മയുടെ കുട്ടയിൽ ഉള്ളത് എന്ന് പറയുന്നത്. അമ്മയുടെ കയ്യിൽ എത്ര തരം മീനുണ്ടെന്ന് നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാകും. സുജ, ചൂരയുണ്ട്, അയലയുണ്ട്, കൊടിയാള മീനുണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള വലിയ ചൂര അടക്കമുള്ള മീനുകളുണ്ട്. ഈ മീനൊക്കെ വില കുറച്ച് കൊടുത്താലെങ്കിലും ആരെങ്കിലും മോളെ അവിടെ നിന്ന് കിട്ടിയാലല്ലമ്മ വില കുറച്ച് തന്നെ ഇപ്പം കൊടുക്കണ്. എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടം വാങ്ങിയും പോട്ട് കൊടുക്കണ്. ആള് വേണ്ടേ മേടിക്കാൻ? സ്വാന്തന, എന്തായാലും ഒരു കാര്യം ചെയ്യൂ, കുറച്ച് ചൂര വാങ്ങി അത് ഇന്ന് കറിയൊക്കെ വെച്ച് ആ ചേച്ചിയെ നമുക്കൊന്ന് സഹായിക്കാം. മീൻ കഴിക്കുന്നതിനകത്ത് അങ്ങനെ പേടിക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴും ആളുകൾക്കൊരു ആശങ്കയാണ്. ഈ കടലിൽ ഇന്ധനമൊക്കെ കലർന്നു, അല്ലെങ്കിൽ എണ്ണ കലർന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ആശങ്കയാണ്. അക്കാര്യത്തിൽ ആശങ്കയുടെ കാര്യമില്ല എന്ന് അധികൃതർ പറയുന്നുമുണ്ടല്ലോ. അപ്പോൾ സ്വാന്തന സജുവാണ് തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കോഴിക്കോട്ട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നുമുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന, ഗുഡ് ഈവനിങ്. അഭിജിത്ത്, കോഴിക്കോട്ടേക്ക് ചെല്ലുമ്പോൾ പഴയ പോലെ മീനൊന്നും വാങ്ങാനുള്ള ഒരു തിരക്കൊന്നും കാണുന്നില്ലേ? എന്താണ് അവിടുത്തെ കാഴ്ച? സുജിയ, കോഴിക്കോട് കോതിപ്പാലത്തെ ഒരു മത്സ്യ മാർക്കറ്റിലാണ് ഞാനുള്ളത്. ഈ മത്സ്യ മാർക്കറ്റ് അത്ര സജീവമായിട്ടില്ല. പക്ഷേ സുജിയ ചോദിച്ചതുപോലെ തന്നെ ചെറിയൊരു ആശങ്ക ഈ മത്സ്യമൊക്കെ വാങ്ങാനെത്തുന്നവർക്കുണ്ട് എന്നാണ് മാർക്കറ്റിലുള്ളവർ പറയുന്നത്. കോഴിക്കോടിൻ്റെ തീരത്ത് എവിടെയും കണ്ടെയ്നറുകളൊന്നും അടിഞ്ഞിട്ടില്ല. പക്ഷേ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ട് ഈ മത്സ്യം വാങ്ങുന്നതിന് എത്തുന്നില്ല എന്നുള്ളൊരു പരാതി ഈ മാർക്കറ്റിലുള്ളവർ പറയുന്നുണ്ട്. നമുക്ക് ഈ മാർക്കറ്റിലുള്ള ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് ഇപ്പോഴത്തെ കച്ചവടം എന്ന് പറയുന്നത്? ജനങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു വാട്സപ്പിൽ വിട്ടതിനെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. പക്ഷെ അത് അമിതമായിട്ട് വില കൂട്ടിയിട്ട് സാധനം കൊണ്ടുവരുന്ന അവസ്ഥകളിപ്പോൾ മഴയും കാറ്റും ഒക്കെ അതിനെക്കൊണ്ട് മീൻ കിട്ടാനില്ല. ഇങ്ങോട്ട് കൊണ്ടുവന്ന് ജനങ്ങൾ അതിൻ്റെ മുകളിൽ മുതലെടുപ്പ് നടത്തിയിട്ട് ഈ കോഴിക്കച്ചവടക്കാർ മറ്റുള്ളവരൊക്കെ അത് കാരണം കണ്ടെത്തിയിട്ട് മീൻ കച്ചവടക്കാരെ പറ്റാൻ തരം താത്തിയും കൊണ്ട് നിൽക്കുക. ഇതിൻ്റെ പേരിൽ കച്ചവടം കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരും ഉണ്ട്. അതുപോലെ മീൻ പിടിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അതുപോലെ എല്ലാവരും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു ഇതാണ് ഇപ്പം. ഈ വാങ്ങാനെത്തുന്നവരൊക്കെ അങ്ങനെ എന്തെങ്കിലും ആശങ്ക പറയുന്നുണ്ടോ? അവർക്ക് ഈ കപ്പൽ മറിഞ്ഞതായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ആശങ്കയില്ല? മനസ്സിൽ ധൈര്യം കാര്യങ്ങളും സംബന്ധിച്ച് തരുന്ന ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്, അത് വാങ്ങണമുണ്ട്. അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാതെ കാര്യങ്ങൾ വാങ്ങി പോകുന്നുണ്ട്. കച്ചവടം പഴയതുപോലെ തന്നെ ഉണ്ട്. പഴയപോലെ തന്നെ നമ്മളെ കച്ചവടങ്ങൾ നമ്മൾ നിലനിർത്തി കൊണ്ടുവരുന്നുണ്ട്. അതിനെക്കൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആളുകൾ പലതും പറയും, ആളുകൾ പലതും പറയും. പക്ഷേ മീൻ വാങ്ങേണ്ടവർ വാങ്ങുന്നുണ്ട്. എന്നാൽ കുറെ ആളുകൾ ഈ ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ വാങ്ങാതെ നിൽക്കുന്നുണ്ട്. താങ്ക് യു അഭിജിത്ത്.